കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പിഞ്ചു കുഞ്ഞിന്റെ കൊലപാതകം നടന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വന്തം വീടുകളിൽ പോലും സുരക്ഷിതരല്ല എന്ന സത്യം ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. വിരുദ്ധമായ മനസ്സും പ്രവൃത്തിയുമുള്ള ആളുകൾ സ്വതന്ത്രമായി സമൂഹത്തിൽ വിഹരിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും ഫലമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റഷ്യൻ അമേരിക്കൻ നോവലിസ്റ്റായ വ്ളാഡിമിർ നബോക്കോവിന്റെ ലോലിത എന്ന കൃതിയെ വീണ്ടും ഓർമ്മിപ്പിച്ചത്. 1955 അമേരിക്കയിലാണ് ഈ കൃതി ആദ്യമായി പബ്ലിഷ് ചെയ്തത്. അതിനുശേഷം 1967 നബോക്കോവ് തന്നെ റഷ്യൻ ഭാഷയിലേക്ക് ഇത് മൊഴിമാറ്റം നടത്തുകയുണ്ടായി. ഏറെ വിവാദപരമായിരുന്നു ഈ നോവൽ. ഇതിലെ ചില വിഷയങ്ങളായ പ്രണയം, ബാലപീഡനം, ആസൂത്രിതമായ കൊലപാതകം പലതും സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നു. എങ്കിലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഈ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല പുസ്തകങ്ങളിൽ 10 പലപ്പോഴും ലോലിത വരാറുണ്ട്. ഏറെ വിവാദപരമായ ഈ നോവൽ ഹോളിവുഡ് സിനിമയായും നാടകമായും ഒപ്പേറയായും അവതരിക്കപ്പെടുകയുണ്ടായി. ഒരു കൊലപാതകത്തിന് വിചാരണ നേരിട്ട് ജയിലിൽ കഴിയുന്ന ഹംബർട്ട് എന്ന മുൻ അധ്യാപകന്റെ ഓർമ്മക്കുറിപ്പായാണ് ഈ നോവൽ അവതരിപ്പിക്കപ്പെടുന്നത്. പെട്ടെന്ന് അദ്ദേഹം മരിക്കുന്നു. മരണത്തിന് ശേഷം ഒരു വക്കീൽ മുഖാന്തരം അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ഈ കൃതി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഫ്രാൻസിൽ ജനിച്ചു വളർന്ന ഹംബർട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ 13ാം വയസ്സിൽ തന്നെക്കാൾ 1 വയസ്സ് താഴെയുള്ള അന്നാബെൽ എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാകും. 4 മാസങ്ങൾക്ക് ശേഷം ടൈഫോയിഡ് പിടിപെട്ട് അവൾ മരിക്കുന്നു. അതിനുശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പല പല ജോലികൾ ചെയ്യുന്നു. പിന്നീട് ഒരു സ്ഥാപനത്തിൽ അധ്യാപകനായി ജോലി നോക്കും. പിന്നീട് അദ്ദേഹം ചിത്തഭ്രമത്തിന് ചികിത്സയിലാകുന്നു. വീണ്ടും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. പക്ഷേ ആ ദാമ്പത്യം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് അയാൾക്ക് അന്നാബെല്ലിന്റെ, തന്റെ പ്രണയിനിയായിരുന്ന അന്നാബെല്ലിന്റെ പ്രായത്തിലുള്ള കുട്ടികളെ കാണുമ്പോൾ അവര് കാമാഭിനിവേശം ഉടലെടുക്കും. അത് അയാളുടെ ജീവിതഗതിയെ തന്നെ വഴിതെറ്റും. പിന്നീട് ഫ്രാൻസിൽ നിന്ന് അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർന്നു. അവിടെ വെച്ച് ഷാർലറ്റ് കേസ് എന്നൊരു വിധവയുടെ വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിക്കും. ഷാർലറ്റ് കേസിന് 13 വയസ്സായ ഡൊളേരസ് എന്നൊരു മകളുണ്ട്. അവളുടെ വിളിപ്പേരാണ് ലോലിത. ആ പേരാണ് കഥയ്ക്കും ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ചു നാളുകൾക്ക് ശേഷം അദ്ദേഹം അമേരിക്കയിലേക്ക് താമസം മാറ്റും. അവിടെ ഷാർലറ്റ് കേസ് എന്നൊരു വിധവയുടെ വീട്ടിൽ വാടകക്കാരനാകും. ഷാർലറ്റ് കേസിന് 12 വയസ്സുള്ള മകളുണ്ട്, ഡൊളേരസ്. അവളുടെ വിളിപ്പേരാണ് ലോലിത. ആ പേര് തന്നെയാണ് കഥയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ലോലിതയെ കാണുമ്പോൾ അയാളിൽ കാമാഭിനിവേശം ഉടലെടുക്കുന്നു. തരം കിട്ടുമ്പോഴെല്ലാം അവളുടെ പിന്നാലെ ചെല്ലുകയും അവളോട് ശൃംഗരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഷാർലറ്റ് കേസിന് ഹംബർട്ടിനോട് പ്രണയം തോന്നും. ഹംബർട്ടിനാണെങ്കിൽ ഷാർലറ്റ് കേസിന് ഇഷ്ടമല്ലതാണ്. ഒരു വേനലവധി കാലത്ത് മകളെ ദൂരെയുള്ള ഒരു വേനൽക്കാല ക്യാമ്പിൽ കൊണ്ടുചെന്നാക്കുന്നു. ആ സമയത്ത് ഹംബർട്ട് ഷാർലറ്റ് കേസിനെ വിവാഹം കഴിക്കുന്നു. ലോലിതയിലേക്കുള്ള എളുപ്പവഴി എന്ന നിലയ്ക്കാണ് ഇഷ്ടമില്ലാതിരുന്നിട്ടും ഷാർലറ്റ് കേസിനെ ഹംബർട്ട് വിവാഹം കഴിക്കുന്നത്. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ ഡയറി കാണാനിടവരുന്നു. ഷാർലറ്റ് കേസ് അയാളുടെ ഡയറി കാണാനിടവരുന്നു. ഡയറിയിൽ നിന്നാണ് അവൾ സത്യം മനസ്സിലാക്കുന്നത്. ഹംബർട്ടിന് തന്നെ ഇഷ്ടമല്ലെന്നും തന്റെ മകളിലേക്കുള്ള ഒരു എളുപ്പവഴി എന്ന നിലയ്ക്കാണ് തന്നെ വിവാഹം കഴിച്ചിരുന്നത്. തെളിവ് സത്യം ഹംബർട്ടിനെ ചോദ്യം ചെയ്യുമ്പോൾ അയാളെല്ലാം നിഷേധിക്കുന്നു. അയാളോട് വഴക്കിട്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. പിന്നെ ഒരു കാർ അപകടത്തിൽ മരണപ്പെടും. അതിനുശേഷം ഹംബർട്ട് ക്യാമ്പിലെത്തി ലോലിതയെ കൂടെ കിട്ടുന്നു. ഒരു ഹോട്ടൽ മുറിയിൽ വെച്ചാണ് അവളോട് പറയുന്നത് അവളുടെ അമ്മ മരണപ്പെട്ടു എന്ന്. പിന്നീട് ഒരു കൊല്ലക്കാലം അവളുമായി പല സ്ഥലങ്ങളും ചുറ്റിക്കറങ്ങി അവളോട് പ്രേമാഭ്യർത്ഥന. പക്ഷേ അവൾ യാതൊന്നിനും വഴങ്ങുന്നില്ല. ബുദ്ധിപൂർവ്വം അയാളെ തന്റെ ചൊൽപ്പടിക്കുന്നത്. തന്നെ അനുസരിച്ചില്ലെങ്കിൽ അവളെ അനാഥാലയത്തിലാക്കുമെന്ന് ഇടയ്ക്കിടെ അവളെ ഭീഷണിപ്പെടുന്നു. പെട്ടെന്ന് ദിവസം അസുഖമായി ലോലിത ഹോസ്പിറ്റലിലാവും. ആ സമയത്ത് പെട്ടെന്ന് അവളെ അവിടെ നിന്ന് കാണാതാകും. അവളെ കാണാതെ അയാൾ തകർന്നു പോകും. 2 വർഷത്തോളം അവളെ അന്വേഷിച്ച് അലഞ്ഞു നടക്കും. പിന്നീട് ഒരു ദിവസം
ലോലിതയുടെ ഒരു കത്താണ് കമ്പട്ടിനെ തേടി വരുന്നത്. താൻ വിവാഹം കഴിച്ചിരിക്കുന്നുവെന്നും ഇപ്പോൾ താൻ ഗർഭിണിയാണ്, വളരെ ദരിദ്രമായ അവസ്ഥയിലാണ് അവൾ ജീവിക്കുന്നതെന്നും അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു. കമ്പട്ടി അവളെ കാണാൻ ചെന്നു. അവിടെ വെച്ചാണ് അവൾ പറയുന്നത് അവളെ കല്യാണം കഴിച്ച വ്യക്തി ബാലലൈംഗിക വേഴ്ച സംഘത്തിന്റെ പ്രവർത്തകനായിരുന്നുവെന്നും അവൾ അയാളുടെ ഇഷ്ടങ്ങൾക്ക് സമ്മതിക്കാത്തത് കാരണം അവളെ ഉപേക്ഷിച്ച് കടന്നു കളയുകയുമാണ് ചെയ്യുകയുണ്ടായി എന്ന് കമ്പട്ടിനെ അറിയിക്കുന്നു. കമ്പട്ട് അവളെ കൂടെ പോരാൻ നിർബന്ധിക്കും. എന്നാൽ സ്നേഹപൂർവ്വം അവൾ അത് നിരസിക്കും. കാരണം കമ്പട്ട് എങ്ങനെയുള്ള ആളാണെന്ന് അവൾക്കറിയാം. കുറച്ച് പൈസ അവളുടെ ആവശ്യത്തിന് കൊടുത്തുകൊണ്ട് കമ്പട്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്നു. അതിനുശേഷം ലോലിതയുടെ കാമുകനെ തിരഞ്ഞു പിടിച്ച് അയാളെ കൊല്ലുന്നു. ആ കൊലപാതകത്തിന് ശേഷം കമ്പട്ട് ജയിലിലാണ്. പിന്നീട് പ്രസവത്തോടെ ലോലിത മരിക്കുന്നു. ലോലിതയുടെ മരണവിവരം അറിഞ്ഞ് കമ്പട്ട് ജയിലിൽ വെച്ച് ഹൃദയസ്തംഭനം മൂലം മരിക്കും. ഇങ്ങനെയാണ് കഥ അവസാനം. മാനസിക വൈകല്യമുള്ള ആളുകൾ സമൂഹത്തിൽ സ്വതന്ത്രമായി വിഹരിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിന്